ഹലോ നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ ഷാം മുഷ്കിനെതിരെ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് റെക്സ് വിജയനാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തൻ, ഉണ്ണിമായ, വിജയരാഘവനുണ്ട്, അതുപോലെ ദർശനയുണ്ട്, സുരഭിയുണ്ട്, വാണി വിശ്വനാഥുണ്ട്, അതുപോലെ സുരേഷ് കൃഷ്ണ, അങ്ങനെ ഒരുപാട് പൊന്നമ്മ ബാബു, ഒരുപാട് കാസ്റ്റുകൾ വരുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. റൈഫിൾ ക്ലബ്ബിനെ നമുക്കൊരു കിഡിലൻ, ഈ ഒരു ക്രിസ്മസിന് ഇറങ്ങിയ ഒരു കിഡിലൻ എൻ്റർടൈനർ തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. ഇതിൻ്റെ ആക്റ്റീവായിട്ട് പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ഓൺലൈനിൽ കാണാൻ സാധിച്ചിട്ടില്ല. അതങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല. ഓൾറെഡി മാർക്കോ എന്ന സിനിമ തൊട്ട് ഇവർക്കൊരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് റൈഫിൾ ക്ലബ്ബ് റിലീസാവുന്നത്. അപ്പം ഒരുപാട് ഇതൊക്കെ വരുമായിരിക്കും. പക്ഷേ മാർക്കോയുടെ ക്ലാഷിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ റൈഫിൾ ക്ലബ്ബിലുണ്ട്. കുറേ നാൾ ഇവിടെ കാണും. അപ്പം റൈഫിൾ ക്ലബ്ബിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കിനും ഇതൊരു നമ്മുടെ വയനാട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു പ്രോപ്പർട്ടിയിലുള്ളൊരു ചെറിയ ക്ലബ്ബ്, റൈഫിൾ ക്ലബ്ബ്. ഷൂട്ടേഴ്സ്, ഹണ്ടേഴ്സ്, അവർ ഹണ്ട് ചെയ്ത് ജീവിക്കുന്നു, ഹണ്ട് ചെയ്ത് അവരുടെ ഫുഡ് കണ്ടെത്തി അവിടെ ജീവിക്കുന്ന, അങ്ങനെ റൈഫിൾ ക്ലബ്ബ്, അങ്ങനെ ഒരു ഗ്യാങ്. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ റൈഫിൾ ക്ലബിൻ്റെ ഫോർമേഷനും, അല്ലെങ്കിൽ അവരുടെ ഒരു നോർമൽ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബിൽഡപ്പ്, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഒക്കെ കാണിച്ചു വെക്കുന്നു. പിന്നെ അതുപോലെ ഇവർ ഈ റൈഫിൾ ക്ലബ്ബും ഒരു മംഗലാപുരത്തുള്ള, കർണാടക മംഗലാപുരത്തുള്ള ഒരു ഗ്യാങ്സ്റ്റേഴ്സും തമ്മിലുള്ള വാറൊക്കെയാണ് ഇതിൽ കാണിച്ചു വെക്കുന്നത്. അപ്പം അതുപോലെ ഇതിൽ അഭിനയിക്കുന്ന അനുരാഗ് കാശ്യപുണ്ട്, അതുപോലെ ഹനുമാൻ കണ്ണുണ്ട്, അതുപോലെ കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സും, അങ്ങനെ കുറേ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഒരു ക്ലാഷാണ് ഈ പടം പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് നോക്കുമ്പം നോർമലി ഒക്കെ ഉള്ള ബാക്കി സിനിമകളല്ലേ, ഇതിനകത്ത് ഫുള്ള് വെടി തന്നെയാണ്. ഡയലോഗ്സ് ഒക്കെ കുറവാണ്, മൊത്തം വെടി. ഡബിൾ ബാരൽ കൊണ്ടുള്ള ഒരു സൈഡിൽ ഡബിൾ ബാരൽ കൊണ്ടുള്ള ഒരു കളി, മറ്റേ സൈഡിലേക്ക് നോക്കുമ്പോൾ മോഡേൺ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള, അങ്ങനെ ആ രണ്ട് ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള കിടിലൻ ഒരു വാറൊക്കെ നമുക്ക് കാണാം. ഫുൾ വെടി മാത്രമേ ഉള്ളൂ, ഡയലോഗ്സ് അടി അങ്ങനെ കുറവാണ്. പിന്നെ ചില ഡയലോഗ് അടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നോർമൽ പഴയ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ ഉള്ള കുറേ സാധനം ഉണ്ടല്ലോ, നമ്മുടെ മെക്സിക്കൻ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഷാക്കിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് രണ്ട് കൗബോയ്സ് തമ്മിലുള്ള വാറൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള അങ്ങനെ ചെറിയ കുറച്ച് സംഭാഷണങ്ങൾ, കാര്യങ്ങൾ. പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും മെയിലോ ഫീമെയിലോ എന്ന് വേർതിരിവ് ഒന്നുമില്ലാതെ അവർക്കും അവരുടെ മാസ് ഒരു എലമെൻ്റ് കാണിക്കാനുള്ള സ്പേസ് ഈ സിനിമയിൽ ആഷിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഓരോ ആക്ടേഴ്സിൻ്റെയും ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഫുൾ ക്രൗഡിൽ ഇരുന്ന് ഈ സിനിമ കാണണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഫുൾ സിനിമയിൽ നിന്ന് ക്രൗഡ് കാണുമ്പോൾ ഈ സിനിമ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഓളം വെച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ്. എല്ലാവരുടെയും മാസ് എലമെൻറ്റ്സ്, അതുപോലെ എന്നാ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും റീ എൻട്രി ഒക്കെ ഉണ്ട്. ദിലീഷ് പോത്തൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ക്ലാസിക് ഒരു തീർസാധനമുണ്ട്, റീ എൻട്രി ഒക്കെ ഉണ്ട്. സെക്രട്ടറി അവറാൻ എന്നാണ് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ വിജയരാഘവൻ, അങ്ങനെ ഒരുപാട് പേരുടെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു മാസിനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പം ഇത്രയും രീതിയിൽ ഒരു ഗംഭീര ഒരു സ്റ്റഫ് തന്നെയാണ് ആഷിഖ് കപൂർ ഈ ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത് മിസ് ചെയ്യാതിരിക്കുക, തിയേറ്ററിൽ തന്നെ കാണാം. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ മ്യൂസിക് റെക്സ് വിജയൻ്റെ മ്യൂസിക് എന്ന് വെച്ചാൽ വളരെ ഗംഭീരമായിട്ടൊരു കുറച്ചൊരു 3-4-5 സോങ്സ് ഉണ്ട്. അത് ഓക്കെ, ഭയങ്കരമായിട്ട് നമുക്ക് അതിൽ ടോപ്പിലൊരു സായാഹ്ന സന്ധ്യ എന്നുള്ള സോങ് നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങിയാലും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു സോങ് തന്നെയാണ്. വളരെ ഗംഭീരമായിട്ട് റെക്സ് വിജയൻ ഒരു നല്ല രീതിയിലുള്ളൊരു കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ സോങ്സ് വലിയ സെറ്റപ്പൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്കും കൂടിയാണ് നമ്മളിതിൽ കാണുന്നത്. ആഷിഖ് കപൂറിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ആഷിഖ് കപൂർ ഇങ്ങനെ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പം എല്ലാവരുടെയും കുറേ നാളുകൾക്ക് പരിശ്രമത്തിൻ്റെ ഒരു ഫലമാണ് ഈ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ. ഇത് ബോക്സ് ഓഫീസിൽ മാർക്കോയോട് കുറച്ച് നാൾ കോർത്തെടുക്കും. മാർക്കോ എന്ന സിനിമയോട് ഇത് റിലീസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ചോദ്യചിഹ്നം ഉണ്ടാകും. ഈ സിനിമയുടെ ഫ്രണ്ടിലേക്ക് റൈഫിൾ ക്ലബ്ബ് വരുമ്പോൾ പിടിച്ചു നിൽക്കും, അതിനുള്ള 100% ഇത് പിടിച്ചു നിൽക്കും എന്നുള്ളതിനുള്ള ഉറപ്പ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു സിനിമയുടെ ഇത് തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിൻ്റെ കുറച്ച് പോർഷൻസിൽ ഹണ്ടിങ് സീൻസ് കാര്യങ്ങളൊക്കെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർമലി ഇവരുടെ ആ ഒരു രീതി കാണിക്കാനൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ വിനീത് അഭിനയിക്കുന്നുണ്ട്, റംസാനും വിനീതൊക്കെ അത്യാവശ്യം അവർക്കും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സിനിമയിൽ, കുറച്ച് അവരുടെ ഒരു പവർ കാണിക്കാനായിട്ട്. അപ്പം ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു കിഡിലൻ, ഒരു എൻ്റർടൈനർ തന്നെയാണ് പടം. 1 മണിക്കൂർ 55 മിനിറ്റേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ സ്ലോ പേസിൽ ഇവരുടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് വരും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കിനും സെക്കൻഡ് ഹാഫിൽ മൊത്തം വെടി മാത്രം. ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി തൊട്ട്, ഫസ്റ്റ് ഹാഫിൻ്റെ തീരുന്നതിൻ്റെ പോർഷൻ തൊട്ട് സെക്കൻഡ് ഹാഫ് മൊത്തം വെടി മാത്രമാണ്.
യാതൊരു സെക്കൻഡ് ഹാഫിലേക്ക് നോർമലി ഉള്ളതിനേക്കാൾ യാതൊരു ലാഗോ കാര്യങ്ങളോ ഇല്ല. പിന്നെ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ളതുപോലെ മറ്റേ സെക്കൻഡ് പാർട്ടെന്ന ആ ഒരു ആ ഒരു പറഞ്ഞു വെക്കലുകളില്ലാതെ നല്ലൊരു ക്ലൈമാക്സ് കൊടുത്ത് ഇവർ പടം എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് വേറൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് റൈഫിൾ ക്ലബ്ബ് കണ്ടപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് മോർണിംഗ് മാർക്കോയും കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ അപ്പോൾ അടുത്തിടാം. മാർക്കോ കണ്ടതിൻ്റെ കുറച്ച് ഇതിലും കൂടി റൈഫിൾ ക്ലബിൻ്റെ എന്തെങ്കിലും പോർഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.